ദാണ്ടടാ അശ്വതി വന്നേക്കുന്നു. എന്താ ഇവിടെ തന്നെ എന്നാണ് ഞാൻ അങ്ങോട്ട് വരുന്നതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? വന്നിട്ട് ഇതുവരെ എന്നെ കാണണം തോന്നി. 6 മാസമായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു. എന്തായത്? വല്ലവരും കാണും? കാണട്ടെ, എല്ലാവരും കാണട്ടെ. മൊത്തം എന്താ എന്നെ കുറിച്ച് ഓർക്കാത്ത? എപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ മനഃപൂർവ്വം ഓർക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. എന്താ പറഞ്ഞേ? വേണ്ട ശ്രുതി, നമ്മൾ ഈ ബന്ധം മറക്കുന്നത് നല്ലത്. ജയിലിൽ നിന്നിറങ്ങിയ ഒരു കുറ്റവാളി കൂടിയാണ് ഞാനിപ്പോ. മാത്രമല്ല, എപ്പ വേണേലും ആ ഭാർഗവനും കൂട്ടും എന്റെ തലയെടുക്കാൻ വന്നേക്കാം. സ്നേഹം നിറഞ്ഞൊരു ജീവിതമൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. നീ എന്നെ മറക്ക. അങ്ങനെ തോന്നുമ്പോ മറക്കാനും മറക്കാതിരിക്കാനൊന്നും എനിക്കാവില്ല. ഞാനൊരു പാവം പെണ്ണ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറയൂ. അങ്ങനെ ഒരു കള്ളം ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം 2 പേരെ. ഒന്നിന്റെ മീരെ, പിന്നെ നിന്നെ. എന്നിട്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. വീട്ടിലെ കല്യാണാലോചനക്കാരുടെ ബഹളോ? ഞാൻ അറിഞ്ഞു. നിനക്ക് ചേരുന്ന നല്ലൊരു ബന്ധം ഇപ്പൊ വന്നിരിക്കുന്നത്. നീ എന്നെ സമ്മതിക്കണം. ദിവാകരേട്ടൻ എനിക്ക് സ്വന്തം അച്ഛനെ പോലെ. അങ്ങേരുടെ മനസ്സ് ഞാനായിട്ട് വിഷമിപ്പിക്കില്ല. അതുമല്ല, എന്നെ എത്ര കാലം വെച്ച അശ്വതി കാത്തിരിക്കുക. മീരയുടെ കല്യാണം കഴിയാതെ എനിക്കൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പൊ മുത്തു എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നേ പറ്റൂ. അല്ലെങ്കിൽ അച്ഛൻ വേറെ ആർക്കെങ്കിലും എന്നെ പിടിച്ചു കൊടുക്കും. എന്തായാലും മീരയ്ക്കൊരു ജീവിതം കിട്ടിയ ശേഷമേ എന്നെ പറ്റി ഞാൻ ചിന്തിക്കൂ. അച്ഛനും അമ്മയും അശ്വതിക്ക് നല്ലത് വരാനേ ആഗ്രഹിക്കും. അവര് പറയുന്ന കേൾക്കുന്ന നല്ലത്. മനസ്സിലായി, ഇപ്പൊ എല്ലാം മനസ്സിലായി. തത്വജ്ഞാനം പറഞ്ഞ് എന്നെ ഒഴിവാക്കണോ അല്ലേ? നോക്കിക്കോ, ഞാൻ വാശിയുള്ള പെണ്ണ് തന്നെയാ. എന്നെ ശവത്തില് വേറെ ഒരുത്തൻ താലി കിട്ടു. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഒന്ന് കുഴിച്ചുപൊടി ഞാൻ. നാട്ടുകാരല്ലേ, സമപ്രായക്കാരല്ലേ, തമ്മിലൊന്ന് മിണ്ടുന്നതിലും പറയുന്നതിലും കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിച്ചതാണ് എന്റെ തെറ്റ്. അവക്ക് പ്രേമിക്കാൻ കണ്ട ഒരാള് കിടന്ന് വെള്ളം വെച്ചത് രാത്രി നാട്ടുകാർ ഓടിക്കൂടും. നീ മിണ്ടിപ്പോകരുത്. നീ ഒറ്റൊരുത്തിയതിനൊക്കെ വിളമ്പിച്ചു കൊടുത്തു. ഇക്കാര്യം നീ ഇതുവരെ എന്നോട് മിണ്ടിയോ? മിണ്ടിയോടി. നാട് മുഴുവൻ പാട്ടായിട്ടും അവളുടെ തന്തയായി ഞാനിപ്പോഴറിയുന്നത്. എല്ലാവരും കൂടി ചേർന്ന് എന്നെ മണ്ടനാക്കിയല്ലേ? വിടുകയല്ല ഞാൻ. മോഹൻകടി, മറ്റന്നാൾ അവർ വരും. ഞാൻ മുഹൂർത്തം കുറിക്കും. നിന്റെ കല്യാണം നടക്കും. അത് ഞാൻ കൂടി തീരുമാനിക്കണമല്ലോ. എറപ്പാളിത്തറ പറയുന്നു. കൊല്ലും. ഇവൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അവന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. അതിലിപ്പോ അത് എല്ലാവരും കൂടി ചാവുന്നതാ. സഹതാപം കൊണ്ട് ഞാൻ അവനോട് ഇച്ചിരി സ്നേഹം കാണിച്ചു പോയി. എന്നിട്ടും അവൻ എന്റെ കുടുംബത്തിൽ തന്നെ കയറി നിരങ്ങി. തളർന്നു പറഞ്ഞൊരു ഇഴജന്തുവിനെ പൊക്കി നടക്കുന്ന തെണ്ടി. ചെല്ലടി ചെല്ല്. എന്നിട്ട് ആ പെണ്ണിന്റെ ശീലപ്പാവോടെ മലക്കി കൊടുത്ത് സുഖമായി ജീവിക്ക്. മറ്റവനെപ്പോഴും ജയിലിലായിരിക്കുമല്ലോ. ഇന്നലെ കള്ളസ്വാമിയുടെ നെഞ്ചത്തവൻ പാറകെത്താൻ പോയതാ. അവന് വിധിച്ചത് ജയിലാടി. എന്നാലും എന്ത് കൂടോത്രം ചെയ്തിട്ടാണോ ആ മുടിഞ്ഞോ നമ്മുടെ പെണ്ണിനെ മയക്കിയെടുത്തത്? കൂടോത്രം അല്ലടി, ഇവളുടെ അഹങ്കാരം. എന്ത് വന്നാലും ആ കല്യാണം ഞാൻ ഉറപ്പിക്കും. ആ ചെറുക്കൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. എന്റെ ശവത്തിലെ താലി കെട്ടത്തുള്ളൂ. കുരുത്തക്കടകളെ കൊല്ലും ഞാൻ. കൊല്ലുവളെ. ദിവാരേട്ടൻ്റെ ഇതുവഴി നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്നാ നമുക്ക് വീട്ടിലേക്ക് ഇരിക്കാം. വേണ്ട, നമുക്ക് അങ്ങോട്ട് മാറിയെന്ന് സംസാരിക്കാം. അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രമേ ഈ ദിവാകരൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് നിനക്കും നിന്റെ കുടുംബത്തിനും. എന്റെ സ്വന്തം മോനെ പോലെയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. എനിക്കറിയാം ദിവാരേട്ടാ. എന്നിട്ടും എന്റെ കുടുംബത്തിൽ തന്നെ കയറി നീ ചെയ്തു കളഞ്ഞല്ലോടാ. ഒരു ഈർക്കിലി കൊണ്ട് പോലും ഇതുവരെ ഞാൻ എന്റെ മക്കളെ തല്ലിയിട്ടില്ല. ഇന്നലെ രാത്രി എനിക്ക് അതും ചെയ്യേണ്ടി വന്നു. നീയാണ്, നീ ഒരുത്താണ് അതിന് കാരണം. നിനക്ക് പിഴപ്പിക്കാൻ എന്റെ മകളെ മാത്രം കിട്ടിയുള്ളൂ അല്ലടാ.
അറിഞ്ഞോ അറിയാതെ അശ്വതി ഞാൻ സ്നേഹിച്ചു പോയി. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി. അല്ലാതെ ഒരു പെണ്ണിനെ പഴിപ്പിക്കാൻ മാത്രം കൊള്ളരാത്തവനല്ല മുത്തു. എന്നിട്ടാണോ ഇന്നലെ രാത്രി എന്റെ മോളെ കെട്ടിത്തൂങ്ങാൻ വരുമ്പെട്ടത്? ഭാഗ്യത്തിന് അവളുടെ അമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അവളുടെ ശവമടക്ക് നടത്തുമായിരുന്നു. അപ്പൊ നിനക്ക് തൃപ്തിയായനല്ലടാ? ഇന്നലെ ഞാൻ അശ്വതിയോട് എല്ലാം തുറന്നു പറഞ്ഞാണ്. എന്നെ പോലൊരു ശാപം പിടിച്ചവനെ പറ്റി ചിന്തിക്കാതെ ദിവാരേട്ടൻ ആലോചിച്ച കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ. ഇനി ഞാൻ എന്താ വേണ്ടത്? എന്ത് പ്രായച്ചിത്താ ഞാൻ ചെയ്യേണ്ടത്? ഈ നാട് വിട്ടു പോണം. ദിവാരേട്ടൻ പറ, ഞാൻ പോവാം. നാട് വിട്ടു പോകണമെന്ന് തന്നെയായിരുന്നു എന്റെ ഈ തീരുമാനം. നീയല്ല, ഞാനും എന്റെ കുടുംബവും. പക്ഷെ ഇന്നലെ രാത്രി കൊണ്ട് ഒന്നെനിക്ക് മനസ്സിലായി. നിന്നിൽ നിന്ന് അവൾ അകറ്റാൻ ഞാൻ ശ്രമിച്ചാൽ എന്നേക്കുമായി എന്റെ മകളെ എനിക്ക് നഷ്ടമാവും. അതുകൊണ്ട് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എത്രയും വേഗം ഒരു തീയതി നിശ്ചയിച്ച് നിങ്ങളുടെ വിവാഹം നടത്താനാണ് എന്റെ തീരുമാനം. അങ്ങനെ പെട്ടെന്നൊരു തീയതി നിശ്ചയിക്കാൻ എനിക്ക് പറ്റില്ല ദിവാരേട്ടാ. എന്റെ മീരയുടെ കല്യാണം കഴിഞ്ഞ് എനിക്കതിനെ പറ്റി ചിന്തിക്കാനാവും. നീ എന്താ മനുഷ്യനെ കളിയാക്കിയാണോ? കുറെ നാളായില്ലോ കൊച്ചിനെ നീ കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്നു. ഉടനെ എങ്ങനെ നടക്കുന്നു തോന്നുന്നുണ്ടോ? അത് നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു കല്യാണം ഉണ്ടാവില്ല. അപ്പൊ എന്റെ മോളുടെ കാര്യം? എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അശ്വതി ആയിരിക്കും. പക്ഷെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദിവാരേട്ടൻ മനസ്സിലാക്കണം. ഞാനതെല്ലാം അശ്വതിയോട് തുറന്നു പറഞ്ഞാണ്. ഭൂമിയോട് ക്ഷമിച്ചിട്ടാ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് ഞാൻ വന്നത്. അപ്പൊ നീ എന്നെ വീണ്ടും വിട്ടിയാക്കിയാണോ? എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത നിന്റെ പെങ്ങളെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. 10,000 പേരെ തപ്പി ഒരുപക്ഷെ മനസാക്ഷിയുള്ള ഒരാളെ കണ്ടെന്നിരിക്കാം. അതുവരെ ഒരു പരീക്ഷണത്തിൽ എന്റെ മോളെ ഞാൻ നിർത്തണോ? അല്ലാതെ വേറെ വഴിയില്ല. ഉണ്ട്. ഇതുപോലുള്ള കുട്ടികളെ താമസിപ്പിക്കുന്ന ഒരുപാട് ആശ്രമങ്ങളും സ്ഥാപനങ്ങളും ഈ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ട പൈസ എത്രയെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തേക്കാം. മീര അവിടെ സുഖമായിട്ട് കഴിയും. അപ്പൊ പിന്നെ അവളെ കാണുമ്പോഴുള്ള നിന്റെ വിഷമം തീരുമല്ലോ. വേറെ ആരെങ്കിലും ആണ് ഈ വാക്കെന്റെ മുന്നിൽ പറഞ്ഞെങ്കിൽ ആ നാവ് ഞാൻ പിഴുതെടുത്തേനെ. എന്റെ മീരെ അനാഥാലയത്തിലാക്കിയിട്ട് ഞാൻ പെണ്ണ് കെട്ടി സൂഹിക്കണമല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മോളായിരിക്കും വലുത്. അതിലും വലുതായിരിക്കും എന്റെ പെങ്ങള്. മുത്തു, നീ ഉദ്ദേശിക്കുന്ന പോലെ പിച്ചക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലമല്ല അത്. മിണ്ടിപ്പോരുത്. നിങ്ങൾ ഉപദേശം എനിക്ക് കേൾക്കണ്ട. ഞങ്ങൾ പാവപ്പെട്ടവര് എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ദിവാര മോലയുടെ മോളെ എനിക്ക് തരണ്ട. പോരെ. ദിവാകരേട്ടൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടാ പോയത് അല്ലേ? എന്തിനാ അവരെ സങ്കടപ്പെടുത്തുന്നേ? ഏട്ടൻ അശ്വതിയെ കല്യാണം കഴിക്കണം. എന്റെ കാര്യം നോക്കണ്ട. ഞാൻ പറഞ്ഞ ഏട്ടൻ അനുസരിക്കില്ലേ? എല്ലാം കേട്ടിരിക്കുകയായിരുന്നല്ലേ? അഗതി മന്ദിരം എന്നൊക്കെ പറയുന്നത് ജയിലൊന്നും അല്ല ഏട്ടാ. ഞാൻ അഗതി മന്ദിരത്തിൽ പോയി നിന്നോളാം. അവിടെ ആവുമ്പോ ഒത്തിരി കൂട്ടുകാരും ഉണ്ടാവും. നിനക്ക് എന്നെ വിട്ടു പോണല്ലേ? പൊക്കോ. അഗതി മന്ദിരത്തിൽ ആരും ഇല്ലാത്തവരാ പോണേ. അപ്പൊ ഈ ഏട്ടൻ നിന്റെ ആരുമല്ല അല്ലേ? ചത്ത് തലയ്ക്ക് മോളിൽ നിൽക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയും നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. നിനക്കൊരു ജീവിതം ഇല്ലെങ്കിൽ എനിക്കും വേണ്ട. എന്നാലും ഇതെന്തൊരു പുലിവാല്! ദിവാകരൻ ചേട്ടൻ കാല് പിടിച്ചു പറഞ്ഞിട്ടും അവന് വല്ല കുലുക്കമുണ്ടോ? ഇതെന്താ നമ്മുടെ പെണ്ണ് വല്ല കെട്ടാച്ചേർക്കുമായിട്ട് നിൽക്കുവാണോ? എന്തു പറയാനാ ലക്ഷ്മി? നമ്മുടെ പെങ്കൊച്ചിനെ പറഞ്ഞാ മതിയല്ലോ. ആ ചെക്കൻ അവന്റെ പെങ്ങളാ വലുത്. ഇവിടെ ഒരുത്തിക്ക് അച്ഛനും അമ്മയല്ല, അവനാ വലുത്. എല്ലാത്തിനും കാരണം ആ പെണ്ണ. കാല് വയ്യാത്ത ജന്തു. തളർവാദം പിടിച്ചാലും അവക്ക് കല്യാണം കഴിക്കണം. ആ പെണ്ണിന് ഭ്രാന്തളകിട്ട് അവൻ ഇങ്ങനായത്. ചുമ്മാ മീരച്ചിയെ പറ്റി തോന്നിയാസം പറയല്ലേ? തോന്നിയാസല്ലേടി, ഉള്ള കാര്യമാ. കല്യാണം കഴിക്കണമെന്ന് അവക്ക് ഇത്തിരി പൂതി കൂടുതലാ. ശവം. ഇങ്ങനെ നശൂലം പിടിച്ച ജന്മങ്ങൾ ഉണ്ടായാലേ കുടുംബം നശിക്കും. പറഞ്ഞു നാക്കെടുത്തില്ല. ദേ വരുന്നു. ഇതിന് 100 ആയുസ. ഉടനെയൊന്നും തല പോകത്തില്ല. എന്താ അമ്മനെടുത്തി? സുഖല്ലേ? അശ്വതി ഇല്ലേ അകത്ത്? എന്താ വേണം? നീ എന്തിനാ ഇപ്പഴിങ്ങോട്ട് വന്നേ? അശ്വതിയെ കാണാൻ. എന്തിനാ? അവളെ കൊലക്ക് കൊടുക്കാനോ? അതെന്താ അമ്മനെടുത്തി അങ്ങനെ പറഞ്ഞേ? പിന്നെ എങ്ങനെയാ പറയണ്ടേ? നീ ഒറ്റ ഒരുത്തി ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിച്ചേ. സ്വന്തം ആങ്ങളെ കൂടി കൊലക്ക് കൊടുത്ത് നീ അടങ്ങും. അമ്മേ, നീ മിണ്ടായിരിക്കടി. അവനോന്റെ കുറവ് അവനോ മനസ്സിലാക്കണം. എഴഞ്ഞു നടക്കുകയാണേലും കല്യാണം കഴിക്കണം അവളുടെ മോഹം. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് മോഹമൊന്നുമില്ല. ഈ ജന്മം അത് നടക്കില്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യമില്ലാതെ ഒത്തോട്ടം വെറുതെ സ്വപ്നം കാണാം. ഞാൻ വന്നത് അക്കാര്യം പറയാൻ തന്നെ. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, മീര വിഷമിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ വിഷമിച്ചിട്ടെന്താ കാര്യം? എന്റെ കുറവ് തന്നെ. എന്നാലും ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തെന്ന് ആരാ പറഞ്ഞേ? പക്ഷെ ഇപ്പൊ തോന്നുന്നു എല്ലാരോടും ഞാൻ തെറ്റ് ചെയ്തു. വേണ്ടാത്തൊന്നും പറയണ്ടാട്ടോ. വേണ്ടാത്തത് കാണിച്ചത് അശ്വതിയല്ലേ?
ഇന്നൊരു ദിവസം കൂടി നീ എനിക്ക് വേണ്ടി ക്ഷമിക്കണം. അരുതാത്തൊന്നും കാണിക്കരുത്. ഞാൻ എന്റെ ഏട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഞാൻ പറഞ്ഞ എന്റെ ഏട്ടൻ കേൾക്കും. ഇന്നേരം അമ്പലത്തിൽ പണി വരുമോ? വരാം. മോൾ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ അശ്വതിയുടെ വീട് വരെ പോയതാ. ഞാൻ മോളോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. എന്താ മൈ? നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ദിവാകരൻ മുതലാളിയുടെ വീട്ടിൽ നിന്നൊരു പെണ്ണ് കിട്ടാന്ന് വെച്ച വലിയ കാര്യ. അശ്വതിയും മുത്തുവിനെ കെട്ടിച്ചു കൊടുക്കാന്ന് അവര് സമ്മതിക്കുകയും ചെയ്തു. ഇനി നീ കാരണം അത് നടക്കാതിരിക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മായി പറയുന്നത്? വികലാംഗ മന്ദിരത്തിൽ പോയി താമസിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതിന് എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കാന്ന് ദിവാകരൻ ചേട്ടൻ പറഞ്ഞല്ലോ. അതെ, ഞാൻ പോകാം മൈ. ഇന്ന് തന്നെ ഞാൻ പോകാം. ഏട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. ഓർമ്മ വെച്ച നാള് മുതല് ഞങ്ങൾക്ക് കണ്ണീര് മാത്രം ബാക്കി വന്നിട്ട് രണ്ടുപേരും കൂടെ പോയല്ലോ അല്ലേ? നമ്മുടെ മീരമ്മളുടെ സങ്കടം കാണുന്നുണ്ടോ നിങ്ങൾ? എന്തിനാ നിങ്ങൾ അവളെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് അവളെ ചിരിച്ചു കാണിക്കുമ്പോ എന്റെ ചങ്കില് വേദനയുടെ ഭാരാന്നറിയണേ. അറിയോ നിങ്ങക്ക്? ഈ ഭാരം ഇനി എത്ര കാലാ ഞാൻ ചുമക്കണ്ടേ? പറ, എനിക്കിനി വയ്യ. ജീവന് തുല്യം ഞാൻ സ്നേഹിച്ച പെണ്ണുകൂടി ഇപ്പൊ എന്നെ ശപിക്കുക. അവളെ സ്വന്തമാക്കാൻ എനിക്ക് മോഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എന്റെ മീരമോള് ഇതെന്താ കരച്ചിലൊഴിഞ്ഞിട്ട് നേരമില്ലെന്നായ? ചന്ദ്രേട്ടനോ? ഞാനല്ല കരഞ്ഞത്, ഏട്ടനാ. ഏട്ടനകത്ത് അച്ഛനോട് വീട് പരാതി പറയാ. എന്തിനാടാ നീ കരഞ്ഞത്? ഞാനോ? ഞാനെങ്ങനെ കരഞ്ഞില്ല. നീ രാവിലെ അവിടെ പോയിരിക്കായിരുന്നു. ഞാൻ അമ്മയെ കൊണ്ട് വൈദ്യുതെടുത്തൊന്ന് പോയതാ. ഇന്ന് തന്നെ ചൂള കത്തിക്കണം. മഴ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. കത്തിക്കാനുള്ള വിറക് കൊണ്ടിട്ടാ ഞാൻ വന്നത്. വാ, നമുക്ക് ആ കൊച്ചാപ്പിന്റെ കടയിൽ പോയി കടുപ്പത്തിലൊരു ചായയും കുടിച്ചോണ്ട് പണി തുടങ്ങാം. വാടാ. പോവാ. ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല. ആർക്കും എന്നെ വേണ്ട. എല്ലാവർക്കും ഞാനൊരു ഭാരം. എല്ലാരും കരയിക്കാനാ നീര് ജനിച്ചത് അല്ലേ? അവസാനമായി ഞാൻ അപേക്ഷിക്കുക, എന്റെ ഏട്ടനെ നോക്കിക്കൊള്ളണം. ഏട്ടന് വിശ്വസിക്കും, ഒരു ജീവിതം കൊടുക്കണം.